എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററൊക്കെ സെറ്റാക്കി വന്നല്ലേ, പഠിച്ച് വന്നല്ലേ. ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വീഡിയോസ് എടുത്ത് ആദ്യത്തെ ചാപ്റ്റർ ക്ലിയർ ആക്കി വരിക. അതിൻ്റെ ചെറിയ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ഈ ചാപ്റ്റർ. എന്നാൽ അതിലുള്ളതിൻ്റെ ബാക്കി എന്നുള്ളതല്ല. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കുറച്ചും കൂടി ഒന്ന് സ്മൂത്തായിട്ട് പോകും. ഈ ചാപ്റ്ററും ആ ചാപ്റ്റർ പോലെ കുറച്ച് എളുപ്പമാണ്, അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നുമല്ല. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ. ഓക്കെ, പഠിക്കാൻ റെഡിയല്ലേ? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ എന്താ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്, നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ ചെറിയൊരു റിവിഷൻ പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആ ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിച്ചെന്നുള്ള ഒന്നൊന്ന് റിവൈസ് ചെയ്താൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ സ്മൂത്തായിട്ട് പോകും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ആ ചാപ്റ്ററിൽ ഐഡൻറ്റിഫിക്കേഷൻ, ഈ കുട്ടിയതായിട്ട് കൊടുത്തിട്ടുണ്ട്, കുഞ്ഞി ഐഡൻറ്റിഫിക്കേഷൻ. എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? നമ്മൾ എന്തൊരു ഓർഗാനിസത്തിനെയും നമ്മൾ ആദ്യം എന്തെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് എടുത്തിടലല്ല, നമ്മൾ ആദ്യം അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, അതിനെ നല്ലപോലെ ക്യാരക്ടറൈസ് ചെയ്ത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? പിന്നെ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യും അല്ലേ? ക്ലാസിഫിക്കേഷൻ. ഓരോരോ ഗ്രൂപ്പിലേക്ക് നമ്മൾ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യും. ഈ ക്ലാസിഫൈ ചെയ്യുന്ന ഓരോ ഗ്രൂപ്പിനെയും നമുക്ക് ടാക്സ് ആണെന്ന് വിളിച്ചൂടെ? നമ്മൾ പറഞ്ഞു, ഇപ്പം ക്യാറ്റ് ആണെങ്കിൽ ഒരു ടാക്സിയാണ്, ഡോഗ് ആണെങ്കിൽ ഒരു ടാക്സിയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല, നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് മൂവ് ഓൺ ചെയ്യണം. പക്ഷേ ഇനീഷ്യൽ എക്സസൈസ് എന്ന നിലയിൽ നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സുഖമായിരിക്കും. നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ബേസിക്സ് കറക്റ്റ് ആക്കാമെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിലേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബേസിക്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് അപ്പം സ്റ്റെപ്പ് ബാക്ക് ചെയ്യണം, എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യണം അല്ലേ? അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. എന്നാൽ പിന്നെ ബാക്കി ബിൽഡിംഗ് ഒക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും, സെറ്റപ്പായിരിക്കും അല്ലേ? ടാക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നോമൻക്ലേച്ചറാണ്. നോമൻക്ലേച്ചർ നമ്മൾ എന്ത് ടൈപ്പ് നോമൻക്ലേച്ചറാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്? നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണല്ലേ പഠിച്ചത്? ബൈനോമിയൽ നോമൻക്ലേച്ചർ. ആരാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിലേക്ക് ആദ്യം ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാരാണ്? നമ്മുടെ കാൾ ലിനിയസ് അല്ലേ? അദ്ദേഹത്തിനെ പറ്റി, ആ ഒരാളെ പറ്റിയിട്ടേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിനെ പറ്റിയിട്ട് മാത്രമാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആകെ പറഞ്ഞിട്ടുള്ളത് കാൾ ലിനിയസിനെ പറ്റിയിട്ടാണ്. വേറൊരു സയൻറ്റിസ്റ്റിനെ പറ്റിയിട്ടോ വേറൊരു ടാക്സോണമിസ്റ്റിനെ പറ്റിയിട്ടോ ആരെ പറ്റിയിട്ടും പറഞ്ഞിട്ടില്ല. കാൾ ലിനിയസ്. ആ പേര് മറക്കരുത്, സ്പെല്ലിങ് മറക്കരുത്, നോട്ട് ദ പോയിന്റ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ. വാട്ട് ഈസ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? രണ്ട് കോമ്പണൻസ് ഉണ്ടാവും, ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിത്തറ്റും. അത് വെച്ചിട്ടാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ആ രണ്ട് കോമ്പണൻസ് ഉള്ളതുകൊണ്ടാണ് ബൈനോമിയൽ എന്ന് പറഞ്ഞത്. ആൻഡ് എക്സാമ്പിളായിട്ട് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ മാഞ്ചിഫെറ ഇൻഡിക്കയാണ് പഠിച്ചത്. ആൻഡ് യൂണിവേഴ്സൽ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ എന്തൊക്കെയായിരുന്നു? എഴുതുമ്പം സ്പീഷ്യസ് സ്പെസിഫിക് എപ്പിത്തറ്റ് അല്ലേ ആദ്യം എഴുതുക? ആണോ? അല്ലേ? ഉറപ്പല്ലേ? സ്പെസിഫിക് എപ്പിത്തറ്റ് അല്ലേ എഴുതുക? ഇപ്പോൾ വിചാരിക്കുന്നതാണ് ടീച്ചർക്ക് വട്ടായിരുന്നല്ലേ. ജനറിക് നെയിമാണ് ആദ്യം എഴുതുന്നത്, പിന്നെയാണ് നമ്മൾ സ്പെസിഫിക് എപ്പിത്തറ്റ് എഴുതുന്നത്. നിങ്ങളാണ് കറക്റ്റ്, വെരി ഗുഡ്. സ്പെസിഫിക് എപ്പിത്തറ്റ് രണ്ടാമതാണ് എഴുതുന്നത്. ഇനി ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിത്തറ്റും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഇറ്റാലിക്സിലാണ് എഴുതുന്നത്, ചെരിഞ്ഞിട്ട്, കാറ്റടിച്ച് ചെരിഞ്ഞ എഴുത്ത്. ആൻഡ് എഴുതുവാണെങ്കിലോ, നമ്മൾ ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ നമ്മളത് സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. വി ഷുഡ് അണ്ടർലൈൻ ഇറ്റ് സെപ്പറേറ്റ്ലി. രണ്ട് കോമ്പണൻസിനെയും സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ബൈനോമിയൽ നോമൻക്ലേച്ചർ കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് നമുക്ക് എന്താ ഉള്ളത്? സിസ്റ്റമാറ്റിക്സ്. അതായത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പല രീതിയിലാണ്, ഓരോരുത്തരുടെയും കൺസെപ്റ്റിനനുസരിച്ചാണ് ക്ലാസിഫിക്കേഷൻ പണ്ടുണ്ടായിരുന്നത്. പിന്നീടാണ് അതിന് ഓരോരോ റൂൾസ് വന്നു വരുന്നത്. നമ്മുടെ അറിവ് കൂടുന്തോറും നമുക്ക് ആളുകൾക്ക് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൂടുമല്ലോ. അങ്ങനെ കണ്ടുപിടിച്ച ഒരു ഗ്രൂപ്പിംഗ് മെത്തേഡാണ് അവരുടെ ഇവല്യൂഷണറി ക്യാരക്ടേഴ്സും കൂടി ഒന്ന് കൺസിഡർ ചെയ്യാം എന്നുള്ളത്. അതിനെയാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇതും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ പുള്ളിക്കാരനാണ്, ആര്? കാൾ ലിനിയസ് ആണല്ലേ. സിസ്റ്റമാ നാച്ചുറേ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിലാണ് സിസ്റ്റമാറ്റിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ സിസ്റ്റമാറ്റിക്സ്. ആൻഡ് ഫൈനലി ടാക്സോണമിക് കാറ്റഗറീസ്. ക്ലാസിഫിക്കേഷനെ നമ്മൾ ഓരോ ടാക്സായി എന്ന് വിളിച്ചാലും, ഓരോ ഗ്രൂപ്പിനെ ഓരോ ടാക്സായി എന്ന് വിളിച്ചാലും, ഓരോ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഒരു ഓർഗാനിസത്തിനെ ഓരോ ഗ്രൂപ്പിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് പോകുമ്പോൾ ആ ഓരോ ഗ്രൂപ്പിനെയും നമുക്ക് ആ ഒരു ഓർഡറിൽ, അതിന് നമുക്ക് ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയാം. ആൻഡ് എൻറ്റയർ കാറ്റഗറീസിനെ നമുക്ക് ടാക്സോണമിക് ഹൈറാർക്കി എന്ന് വിളിക്കാം അല്ലേ? ടാക്സോണമിക്
കാറ്റഗറീസ്. ടാക്സോണമിക് ഹൈറാർക്കി എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? എന്തായിരുന്നു നമ്മുടെ ടാക്സോണമിക് ഹൈറാർക്കി? ആദ്യം നമ്മുടെ ആരാ വരുന്നത്? സ്പീഷീസ് ആണല്ലേ, സ്പീഷീസ്. അതിന് മുകളിൽ നമ്മളെ ജീനസ്, സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ആൻഡ് കിങ്ഡം. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഈ ഒരു ഓർഡറാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സ്പീഷീസ്, ജീനസ്, ഫാമിലി. ഇത് ഓർക്കുന്നില്ലെങ്കിൽ ഓർത്തെടുക്കണം. ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഇനി അങ്ങോട്ട് കിങ്ഡം എന്നുള്ള വേർഡ് നമ്മൾ കുറച്ചും കൂടി ഫെമിലിയർ ആവേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, കിങ്ഡം ആണ് ഏറ്റവും മുകളിൽ, നമ്മളെ തലമൂത്തപ്പൻ എന്നൊക്കെ പറഞ്ഞ ഏറ്റവും മുകളിലുള്ള ആളാണ് കിങ്ഡം. അവിടെ അത് വലിയൊരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ വളരെ ഡൈവേഴ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഈ ക്യാറ്റ്, എല്ലാ ഗ്രൂപ്പിലും കയറിയിരിക്കുന്ന ക്യാറ്റുണ്ട്. ഈ ക്യാറ്റിൻ്റെ ഗ്രൂപ്പിലേക്ക് ഡോഗ് ചില വഴിയിൽ നിന്ന് ഡോഗ് കയറി വരും. കുറച്ച് കഴിയുമ്പം ക്യാറ്റിൻ്റെ കൂടേക്ക് ആര് വന്നിട്ടുണ്ടായിരുന്നു? പുലിയും സിംഹവും കടുവയൊക്കെ വന്നു. കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മുടെ മീനൊക്കെ നീന്തി ഈ ഗ്രൂപ്പിലേക്ക് കയറും. കുറച്ച് കഴിയുമ്പോൾ പക്ഷി പറന്നു വരും. എല്ലാവരും അങ്ങനെ വന്ന് നമ്മൾ ആനിമേലിയ എന്ന് പറയുന്ന വലിയൊരു കിങ്ഡത്തിലേക്ക് എത്തി. അതായത് അവർ വലിയൊരു ഗ്രൂപ്പാണ്. അങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, നമ്മുടെ ടാക്സോണമിക് ഹൈറാർക്കി, ഈ എൻ്റെ പ്രോസസ്സിനെ ഈ ക്ലാസിഫൈ ചെയ്യുന്നതിനെയും ഇവരെ പറ്റി പഠിക്കുന്നതിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയും അവർക്ക് പേര് കൊടുക്കുന്നതിനെയും എല്ലാത്തിനെയും ആ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡീനെ നമ്മൾക്ക് ടാക്സോണമി എന്ന് വിളിക്കാം. ഫാദർ ഓഫ് ടാക്സോണമി ആരായിരുന്നു? ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടാവോ എന്നറിഞ്ഞുകൂടാ, എന്നാലും നിങ്ങളുടെ നോളജ് ലെവലൊന്ന് ഞാൻ പരീക്ഷിക്കട്ടെ. ആരായിരുന്നു ഫാദർ ഓഫ് ടാക്സോണമി? ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ അറിഞ്ഞിരിക്കണം ഫാദർ ഓഫ് ടാക്സോണമി. പുക പഠിച്ചാലോ, എന്നാലും കുറച്ച് കഴിയുമ്പോൾ കിട്ടും കേട്ടോ ആരാണെന്ന്. ഇപ്പം മറന്നതിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? മൂവിങ് ടു ദ ചാപ്റ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ, ഹിസ്റ്ററി ഓഫ് ക്ലാസിഫിക്കേഷൻ. ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണല്ലേ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് നോക്കുന്നതെന്ന് മനസ്സിലായല്ലോ. എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, ആ ഗ്രൂപ്പ്സ് ഏതൊക്കെ, അവരെ പറ്റി കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യുന്നു. അതാണ് നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ. മറ്റേത് നമ്മൾ വളരെ പെരിഫറലായിട്ട് എങ്ങനെയൊക്കെ ഗ്രൂപ്പ് ചെയ്തു എന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ഏതൊക്കെ ഗ്രൂപ്പ്, അവരുടെ ഫീച്ചേഴ്സ്, അങ്ങനെ കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ. ഓക്കെ, വിക്ടറി. ആൻഡ് ഹിസ്റ്ററി ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണെങ്കിലും നമ്മൾ ചരിത്രം ചകഞ്ഞു നോക്കും അല്ലേ? എല്ലാത്തിൻ്റെയും ചരിത്രം പഠിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആദ്യം ക്ലാസിഫിക്കേഷൻ്റെ ഹിസ്റ്ററി നോക്കണം. പണ്ട് മുതൽക്കേ, അതായത് മനുഷ്യന്മാർ നല്ലപോലെ അതായത് വീടൊക്കെ കെട്ടി താമസിക്കുന്നതിനൊക്കെ പണ്ട് പ്രാചീന മനുഷ്യരില്ലേ, പ്രാചീന മനുഷ്യർ, അവർ മുതൽക്കേ നമ്മൾ ക്ലാസിഫിക്കേഷനൊക്കെ പ്രിവലൻ്റ് ആയിരുന്നു. അവരും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും. അവർക്കും കണ്ടാൽ മനസ്സിലാവില്ല പൂച്ചേനെയും വെട്ടിനെയൊക്കെ. ആന വേറെയാണ്, മനുഷ്യന്മാർ വേറെയാണ്. ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടാവും. കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പം നെല്ലും ഗോതമ്പും കണ്ടാൽ തിരിച്ചറിയില്ലേ? അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷേ ആദ്യമായിട്ട് നമ്മൾ കുറച്ചും കൂടി ബിലീവബിൾ ആയിട്ടുള്ള സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിക്ക് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ഈ ആൾ. ആരാണിത്? നമ്മുടെ അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ എന്ന് കേട്ടിട്ടുണ്ടോ? അരിസ്റ്റോട്ടിലിനറിയോ? അരിസ്റ്റോട്ടിൽ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അരിസ്റ്റോട്ടിൽ നമ്മുടെ പ്ലേറ്റോയുടെ ശിഷ്യനായിരുന്നു. പ്ലേറ്റോ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്ലേറ്റോ സോക്രട്ടീസിൻ്റെ ശിഷ്യനായിരുന്നു. ഇവരൊക്കെ വളരെ ഫിലോസഫേഴ്സ് ആണ് കേട്ടോ. സോക്രട്ടീസ് ആരാന്ന് ചോദിച്ചാൽ ഞാനൊന്നും പറയില്ല, നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചോളൂ. ഓക്കെ, സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഈ വേർഡ്സ് ഒക്കെ ഞാൻ ഈ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കരുത്. ബയോളജി പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനത്തെ കുറച്ച് ടേംസ് ഒക്കെ എപ്പോഴെങ്കിലും ഒന്ന് കേട്ടെങ്കിലും ഇരിക്കണം. ഒരു കേട്ടോർമെങ്കിലും ഉണ്ടല്ലോ എന്ന് തോന്നണം. അല്ലാതെ നമ്മളിങ്ങനെ വായ പൊളിച്ചിരിക്കുന്ന അവസ്ഥ ആവരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ടേംസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ ആളാരാണ്? അരിസ്റ്റോട്ടിലിനെ നമ്മൾ ഫാദർ ഓഫ് ബയോളജി എന്നാണ് പറയുന്നത്. ഫാദർ ഓഫ് ബയോളജി. ഇദ്ദേഹം ഒരു ഫിലോസഫർ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് വെച്ചാൽ
ബയോളജിയിൽ മാത്രമല്ല, ഫിസിക്സിൽ, എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ മാത്തമാറ്റിക്സിൽ, അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദിസ് ക്യൂട്ട് ബോയ് ബേബി എന്നൊക്കെ പറയാൻ പോകുന്നത്, പ്രായ ഒരു മനുഷ്യനെ. ഓക്കെ, കാൾ ലിനിയസ് അല്ലേ? നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫേസ് നോക്കിക്കേ, എന്തൊരു ക്യൂട്ടല്ലേ, നിഷ്കളങ്കമായിട്ടുള്ള മുഖം. അദ്ദേഹം ഒപ്പിച്ച് വെച്ചത് നമ്മൾ പഠിച്ചുണ്ടാക്കണ്ടേ, വേണ്ടേ? അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് പറഞ്ഞാൽ അത്രയും വലുതാണ്. നമ്മളെ ടാക്സോണമി ഫീൽഡിലാണെങ്കിലും പ്ലാന്റ്സിന് എത്ര പ്ലാന്റ്സിനെയാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്നറിയാം, എത്ര പ്ലാന്റ്സിനാണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്നറിയാം. അദ്ദേഹത്തിൻ്റെ സിസ്റ്റമാ നാച്ചുറേ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് ആണ് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് കിട്ടിയിട്ടുള്ളത്. കാൾ ലിനിയസ് ആണ് ഇദ്ദേഹം അല്ലേ? നിങ്ങൾ കറക്റ്റായിട്ട് ഗസ് ചെയ്തു. കാൾ ലിനിയസ് മാത്രം എഴുതിയ പോരെ? കാൾ ലിനിയസ്. അദ്ദേഹത്തിൻ്റെ സ്പെല്ലിംഗ് എപ്പോഴും മൈൻഡ് ചെയ്യണം. കാൾ ലിനിയസ് ആണ് ഇദ്ദേഹം. അടുത്തതായിട്ട് ഇവരെ നമുക്ക് അത്ര പരിചയം കാണില്ല. അരിസ്റ്റോട്ടിലൊക്കെ ആ ഒരു പ്രതിമ രൂപം നമ്മൾ പല സ്ഥലത്തിൽ കണ്ടിട്ടുണ്ടാവും. കാൾ ലിനിയസിനെ നമുക്ക് നല്ല പരിചയമാണ്. നമ്മളെ ഫ്രണ്ടാണ് കാൾ ലിനിയസ്, നമ്മളെ ക്യൂട്ട് ബോയ് ആണ്. ആൻഡ് ഇദ്ദേഹമാണ് R.H. വിറ്റേക്കർ. R.H.ൻ്റെ പേര് ഫുൾ ഫോം എന്ന് പറയുന്നത് റോബർട്ട് ഹാർഡിങ് വിറ്റേക്കർ. റോബർട്ട് ഹാർഡിങ് വിറ്റേക്കർ ആണ് R.H. വിറ്റേക്കർ എന്ന് ഷോർട്ടാക്കി വിളിക്കുന്നത്. R.H. വിറ്റേക്കർ. ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസും വളരെ വലുതാണ്. ഇവരുടെയൊക്കെ ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് ഇവരുടെയൊക്കെ ഐഡിയാസ് മാറുന്നത് നമുക്കൊന്ന് അനലൈസ് ചെയ്യണം ഈ ഒരു ഹിസ്റ്ററിയിൽ. ഓക്കെ, കാലഘട്ടം മാറുന്നുണ്ട്. ഇവരെല്ലാവരും ഒരു ഏജ് ഗ്രൂപ്പ് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ? ഇതാ നോക്കിക്ക്, അരിസ്റ്റോട്ടിലാണെങ്കിൽ അന്നത്തെ കാലത്ത് വലിയ ഫോട്ടോസോ ചിത്രം വരെയോ ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രതിമ പോലെയുള്ള സ്കൾപ്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക അദ്ദേഹത്തിൻ്റെ. ആൻഡ് ലിനിയസിൻ്റെ അടുത്ത് നോക്കിയാലോ, ഒരു വരച്ച പോലെയുള്ള ചിത്രങ്ങളല്ലേ ലിനിയസിൻ്റെ. നല്ല ഈ മുടി ഇതൊക്കെ വിഗാണെന്ന് തോന്നുന്നു കേട്ടോ. അന്നത്തെ കാലത്ത് എല്ലാവരുടെയും ഒരു ഫാഷൻ അല്ലേ ഇത്. നമ്മുടെ ഐസക് ന്യൂട്ടനും ഉണ്ടല്ലേ? ഐസക് ന്യൂട്ടൻ ഉണ്ടോ തോന്നുന്നു. ആൻഡ് ഇത് നോക്കിക്കേ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണല്ലേ. അപ്പോൾ ഇവർ ഈ ഒരു കാലപ്പഴക്കത്തിനനുസരിച്ച് തന്നെ നമുക്ക് ഇവർ പറയുന്ന തിയറീസിൽ നമുക്ക് ലോജിക്ക് കണ്ടെത്താൻ പറ്റും. കുറച്ചും കൂടി ലോജിക്കലി കറക്റ്റ് ആവാൻ പറ്റുന്നത് ഈ റീസെൻ്റ്ലി പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഐഡിയാസിനായിരിക്കും. എന്തായാലും എൻ്റെ ഒരു ബുദ്ധി ബ്രില്യൻറ്റ്. ആരൊക്കെയാണ് വന്നത് ഇപ്പം? അരിസ്റ്റോട്ടിൽ, പിന്നെ ലിനിയസ്, R.H. വിറ്റേക്കർ. ഇനി നമുക്ക് ഓരോരുത്തരുടെ ആയിട്ട് പഠിച്ചാലോ? ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കിയാലോ? ഹൈലൈറ്റർ എടുക്കാം. Aristotle was the earliest to attempt a more scientific basis for classification. ക്ലാസിഫിക്കേഷന് കുറച്ചും കൂടി സയൻറ്റിഫിക് ബേസിസ് കൊടുത്തിട്ടുള്ളത് അരിസ്റ്റോട്ടിലാണ്. ആൻഡ് ഹി യൂസ് സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. സിമ്പിളായിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് അരിസ്റ്റോട്ടിൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതും മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആണ്. അനാറ്റമിക്കലായിട്ടോ അതിൻ്റെ ഉള്ളിലേക്കുള്ള ഓർഗൻ സിസ്റ്റമോ അതിൻ്റെ ബിഹേവിയർ പോലും അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടില്ല. അദ്ദേഹം നമ്മൾ കണ്ടിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? പ്ലാന്റ്സ്, ആനിമൽസ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ക്ലാസിഫൈ ചെയ്തത്. അതിൽ പ്ലാന്റ്സിനെ നമുക്ക് സിംപ്ലി നോക്കിയാൽ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. പ്ലാന്റ്സിനെ നിങ്ങളുടെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എത്ര ഗ്രൂപ്പ് ആക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു 3 ഗ്രൂപ്പ് ആക്കണം പ്ലാന്റ്സിനെ. നിങ്ങളുടെ മുറ്റത്ത് എത്ര തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട്, നിങ്ങൾ 3 ഗ്രൂപ്പ് ആക്കാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? കുഞ്ഞു പുല്ല്, ചെറിയ ചെടികളൊക്കെ ഒരു ഗ്രൂപ്പ് ആക്കും. പിന്നെ കുറച്ചും കൂടി ഒരു മീഡിയം സൈസുള്ള നല്ല സ്ട്രോങ് സ്റ്റെമ്മൊക്കെ വരുന്ന കുറച്ചും കൂടി മീഡിയം സൈസുള്ള ആൾക്കാരെ ഒരു ഗ്രൂപ്പാക്കും. വലിയ നല്ല സ്ട്രെങ്തൻ ആയിട്ടുള്ള നല്ല റിജിഡായിട്ടുള്ള സ്റ്റെമ്മുള്ള വലിയ മരങ്ങളെ ഞാൻ വേറൊരു ഗ്രൂപ്പാക്കും. ട്രീസിനെ വേറൊരു ഗ്രൂപ്പാക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ അരിസ്റ്റോട്ടിൽ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് പ്ലാന്റ്സിനെ ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ് അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ
അല്ല, കുഞ്ഞു കുഞ്ഞു ചെടികളെയാണ് നമ്മൾ ഹെർബ്സ് എന്ന് വിളിക്കുന്നത്. ഷ്രബ്സ് എന്ന് പറയുന്ന കുറ്റിച്ചെടികളാണ്. അത്യാവശ്യം ഒരു മീഡിയം ഹൈറ്റുള്ള എന്നാൽ കുറച്ചും കൂടി റിജിഡ് ആയിട്ടുള്ള അതിൻ്റെ സ്റ്റെമ്മുള്ള ആൾക്കാരെയാണ് ഷ്രബ്സ് എന്ന് വിളിക്കുന്നത്. ട്രീസ്, വലിയ വലിയ മരങ്ങളെയാണ് ട്രീസ് എന്ന് പറയുന്നത്. ആൻഡ് ഹി ഓൾസോ ഡിവൈഡഡ് ആനിമൽസ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്. പ്ലാന്റ്സിനെ ഡിവൈഡ് ചെയ്താൽ നമ്മൾ ആനിമൽസിനെയും ഡിവൈഡ് ചെയ്യും. ആനിമൽസിനെ അദ്ദേഹം 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. എന്നോട് ചോദിച്ചാൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഈ ഐഡിയ തോന്നുക പോലുമില്ല. പക്ഷെ അദ്ദേഹത്തിന് തോന്നി എങ്ങനെ, റെഡ് ബ്ലഡ് സെൽസ് ഉള്ള ആനിമൽസും റെഡ് ബ്ലഡ് സെൽസ് ഇല്ലാത്ത ആനിമൽസും, സെൽസ് അല്ല റെഡ് ബ്ലഡ് ഉള്ള ആനിമൽസും റെഡ് ബ്ലഡ് ഇല്ലാത്ത ആനിമൽസും, ദോസ് വിച്ച് ഹാവിങ് റെഡ് ബ്ലഡ് ആൻഡ് ദോസ് ദാറ്റ് ഡിഡിൻറ്റ് ഹാവ് റെഡ് ബ്ലഡ്. അവർ അങ്ങനെ ആനിമൽസിനെ 2 ഗ്രൂപ്പാക്കി. 2 ഗ്രൂപ്പാണ്, ദോസ് ഹാവിങ് റെഡ് ബ്ലഡ് ആൻഡ് ദോസ് ഡിഡ് നോട്ട്. റെഡ് ബ്ലഡ് ഇല്ലാത്ത ഓർഗാനിസം. ഈ ബ്ലഡ് ഇല്ലാത്ത ഓർഗാനിസത്തിനെ കണ്ടിട്ടുണ്ടോ? തിങ്ക്. ബ്ലഡ് ഉള്ളതിനെ പറഞ്ഞാൽ നമുക്ക് പൂച്ചേനെ പറയാം അല്ലേ? ഞാൻ ഈ പൂച്ചേനെ വിട്ട് കളിയില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ ബ്ലഡ് ഇല്ലാത്ത നമ്മളെ പാറ്റയൊക്കെ അല്ലേ, ആനിമലായിട്ട് കൂട്ടണ്ട, എന്നാലും ഇൻസെക്റ്റ് അല്ലേ, ആനിമൽ എന്ന് വിളിച്ചൂടെ, പ്ലാന്റ് അല്ലല്ലോ. അപ്പം ബ്ലഡ് കണ്ടിട്ടുണ്ടോ പാറ്റയ്ക്ക്? ഞാൻ കണ്ടിട്ടില്ലേ. നെക്സ്റ്റ് ഇസ് ലീനിയസ് കുറച്ചും കൂടി മുന്നോട്ടേക്ക് വന്നു. അദ്ദേഹം എന്ത് ചെയ്തു? കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവന്നു. കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 2 കിങ്ഡം, അതായത് ഈ ഭൂമിയിലുള്ള എൻറ്റയർ ഓർഗാനിസത്തിനെ അദ്ദേഹം 2 കിങ്ഡമായിട്ട് ഡിവൈഡ് ചെയ്തു. പ്ലാന്റിയ ആൻഡ് അനിമേലിയ. പ്ലാന്റ്സ് ഉള്ള പ്ലാന്റിയയും അനിമൽസ് ഉള്ള അനിമേലിയയും. പേര് ഓർക്കാൻ എളുപ്പമാണ്, പ്ലാന്റിയ അനിമേലിയ. പ്ലാന്റിയയ്ക്ക് ഈ സ്പെല്ലിംഗ് നോക്കണേ, TAE ആണ് പ്ലാന്റിയ. അനിമേലിയ ANIMALIA, അനിമേലിയ. ഓക്കെ, പ്ലാന്റിയ. ഞാൻ ഈ ടിയ എന്ന് പറയുന്നുണ്ടെങ്കിലും ടായി എന്നൊന്നും പറയരുത്, സ്പെല്ലിംഗ് നോക്കി എഴുതണം. ആൻഡ് എന്തൊരു തിയറി ഉണ്ടെങ്കിലും അതിന് കുറച്ച് സക്സസ്സും ഉണ്ടാവും ഫെയിലിയേഴ്സും ഉണ്ടാവും. അരിസ്റ്റോട്ടിലിൻ്റെ തിയറിക്ക് നമുക്ക് സക്സസ് ആയിട്ട് നമുക്ക് അങ്ങനെ എടുത്ത് പറയാൻ ഈസി ആണത്. അരിസ്റ്റോട്ടിലിൻ്റെ തിയറി വളരെ ഈസിയാണ്, വളരെ പെരിഫറലാണ്. കൈൻഡ് ഓഫ് വിയേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് അരിസ്റ്റോട്ടിൽ എടുത്തിട്ടുള്ളത്. ബട്ട് ലിനിയസിൻ്റെ കേസിൽ നോക്കുമ്പോൾ, ഇൻ കേസ് ഓഫ് ലിനിയസ്, അദ്ദേഹം കുറച്ചും കൂടി സയൻറ്റിഫിക്കലി നോക്കിയെങ്കിലും നമുക്ക് അതിലും സക്സസും ഫെയിലിയേഴ്സും പറയാൻ പറ്റും. അതായത് അതിൻ്റെ ഡ്രോബാക്സും അതിൻ്റെ ഗുഡ് പോയിൻറ്റ്സും നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഡ്രോബാക്സ് എന്ന്. സക്സസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈസിലി ഡൺ ആണ്. അവർ വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ ലിനിയസിൻ്റെ. ഈസിലി ഡൺ, താഴെ നോക്കണേ, ഈസിലി ഡൺ ആൻഡ് വാസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഈ ക്ലാസിഫിക്കേഷൻ പഠിച്ചാൽ മതിയായിരുന്നു അല്ലേ? പ്ലാന്റിയ അനിമേലിയ, വേറെ ഒന്നും പഠിക്കാനില്ല. വളരെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് ലിനിയസിൻ്റെ. മാത്രമല്ല വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനുമാണ്. ഈസിലി ഡൺ ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഈവൻ ഐ ക്യാൻ മേക്ക് എ ക്ലാസിഫിക്കേഷൻസ് ലൈക്ക് ഈവൻ യു ക്യാൻ മേക്ക് ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്കുണ്ടാക്കിക്കൂടെ? നമ്മുടെ മുറ്റത്തിറങ്ങിക്കാണ്ട് പ്ലാന്റിയ അനിമേലിയ, സിമ്പിൾ. പ്ലാന്റ്സ് പ്ലാന്റിയ, ആനിമൽസ് എനി ആനിമൽസ് അനിമേലിയ. അങ്ങനെയുള്ള ഒരു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഐ സ്ട്രെസ്. ആൻഡ് 2 കിങ്ഡം, ആ ഒരു വേർഡ് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പറയുക. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് ലിനിയസിൻ്റെത്. ഇനി അരിസ്റ്റോട്ടിലിൻ്റെ 2 കിങ്ഡം എന്ന് പറയരുത്. അരിസ്റ്റോട്ടിൽ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, അങ്ങ് പഴയ കാലത്താണ്. അദ്ദേഹം പ്ലാന്റ്സ് അനിമൽസ് എന്ന് പറഞ്ഞു. പ്ലാന്റ്സിനെ നമ്മൾ ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്. അനിമൽസിനെ റെഡ് ബ്ലഡ് ഉള്ള ആൾക്കാർ, റെഡ് ബ്ലഡ് ഇല്ലാത്ത ആൾക്കാർ. അത്രയും ചെറിയൊരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ലിനിയസ് കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്തു. കിങ്ഡം ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ പ്ലാന്റിയ ആൻഡ് അനിമേലിയ. അത് കുറച്ചൊരു സിമിലാരിറ്റി തോന്നുന്നുണ്ടല്ലേ നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ദിസ് സിസ്റ്റം, അതിൻ്റെ ഡ്രോബാക്സ് ആണ് പറയുന്നത്. ദിസ് സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദി യൂക്കാരിയോട്സ് ആൻഡ് പ്രോക്കാരിയോട്സ്. നമ്മൾ എന്ത് സാധനം ആര് പറഞ്ഞാലും ആദ്യം കുറ്റം കണ്ടുപിടിക്കാൻ നടക്കണം, കുറ്റം നോക്കണം, നമ്മൾ കുറ്റം പഠിക്കണം. നമ്മൾ സക്സസ് മാത്രമല്ല, നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ്, ഡ്രോബാക്സ് പഠിക്കണം, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പഠിക്കണം. എന്നാലേ നമുക്കതിൽ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. So this system did not distinguish between the eukaryotes and prokaryotes. യൂക്കാരിയോട്സിനെയും പ്രോകാരിയോട്സിനെയും വേർതിരിക്കുന്നില്ല ഈ ഒരു ക്ലാസിഫിക്കേഷൻ. പ്ലാന്റിയ ആൻഡ് അനിമേലിയ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഒരിക്കലും ഒരു യൂക്കാരിയോട്ടിനെയും പ്രോകാരിയോട്ടിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നില്ല. ആൻഡ് വോട്ട് ഇസ് യൂക്കാരിയോട്ട് ആൻഡ് വോട്ട് ഇസ് എ പ്രോകാരിയോട്ട്?
I think you might studied about eukaryotes and prokaryotes, right? ഇല്ലേ, പഠിച്ചിട്ടില്ലേ യൂക്യാരിയോട്സും പ്രോകാരിയോട്സും എന്താണെന്നുള്ളത്? എവിടെ നമുക്കിവിടെ സൈഡിൽ എഴുതാം, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? യെസ്. So what is a eukaryote? A eukaryote is an organism that having a well-defined nucleus. ഒരു well-defined nucleus ഉള്ള ഒരു ഓർഗാനിസത്തിനെയാണ് നമ്മൾ യൂക്കാരിയോട്ട് എന്ന് പറയുന്നത്. And then what is prokaryote? A prokaryote is an organism that doesn't have a well-defined nucleus. അതായത് അതിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഡിസ്പേഴ്സ് ആയി കിടക്കുന്ന ഓർഗനൽസും അതിൻ്റെ DNA ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് യൂക്കാരിയോട്ട് ആണെങ്കിലോ there will be a well-defined nucleus, and inside the nucleus we can see the genetic material, the DNA, and outside the nucleus in the cytoplasm we can see the various cell organelles. നല്ലൊരു ന്യൂക്ലിയസ് ഉള്ള ആൾക്കാരെ നമ്മൾ യൂക്കാരിയോട്ട് എന്ന് പറയും. ന്യൂക്ലിയസ് ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ പ്രോകാരിയോട്ട് എന്ന് പറയും. ഈ യൂക്കാരിയോട്ടിനെയും പ്രോകാരിയോട്ടിനെയും ഒന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷൻ അല്ല. പ്ലാന്റ്, ആനിമേലിയ, അത്രയേ ഉള്ളൂ. പ്ലാന്റ്സ്, ആനിമൽസ്, ഇത്രയേ ഉള്ളൂ. അതിൽ നമ്മൾ യൂക്കാരിയോട്ട് ഉണ്ടോ പ്രോകാരിയോട്ട് ഉണ്ടോ എന്നൊന്നും പറയുന്നില്ല. ചിലപ്പം യൂക്കാരിയോട്ടും പ്രോകാരിയോട്ടും ഒക്കെ ഒരുമിച്ചായിരിക്കും. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അമീബ, നമ്മളെല്ലാവരെയും വലിയ വലിയ ചിത്രകാരന്മാരാക്കുന്ന നമ്മുടെ അമീബ, നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ചിത്രമാണ് അമീബയാണ്. ഓക്കെ, അമീബ പ്രോകാരിയോട്ടാണോ യൂക്കാരിയോട്ടാണോ? അമീബ ഒരു യൂക്കാരിയോട്ടാണ്. അതിനൊരു ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ഫോർ എക്സാമ്പിൾ യൂണിസെല്ലുലാർ യൂക്കാരിയോട്ട്, പാരമീസിയം. ഇത് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞാൽ ആ വേർഡ് ഫെമിലിയർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമീബ, പാരമീസിയം, ഇവരൊക്കെ ആനിമൽസിൽ കൂട്ടുകയാണെന്ന് വിചാരിക്കുക. അമീബ ഒരു യൂക്കാരിയോട്ടാണ്, പാരമീസിയം ഒരു പ്രോകാരിയോട്ടാണ്. അപ്പോൾ ഈ രണ്ട് പേര് അനിമേലിയയിൽ കൂട്ടി പോസിബിൾ ആണ്. അത് ഒരു വിയർഡ് കോമ്പിനേഷൻ ആയിപ്പോയില്ലേ? രണ്ട് ഡിഫറെൻ്റ് ആൾക്കാരെ, അതായത് രൂപം കൊണ്ടും ഭാവം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒരു സെല്ലിൻ്റെ ബേസിക് സ്ട്രക്ചർ കൊണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു ഗ്രൂപ്പിൽ ചേർക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു മേജർ ഡ്രോബാക്ക് ആണെന്നാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് യൂണിസെല്ലുലാർ and multicellular organism. It doesn't distinguish between a unicellular and multicellular organism. What is a unicellular organism? A unicellular organism is an organism having only one cell. ഒരൊറ്റ സെല്ലുള്ള ഓർഗാനിസത്തിനെയാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. Then what is a multicellular organism? We are multicellular organisms, right? The cat is a multicellular organism. Elephant is a multicellular organism. Even the mosquito is a multicellular organism. If we are having more than one cells and we having a tissue system, an organ system, we are multicellular organisms. If we have only one cell, ഞാൻ എന്ന് പറയുന്നത് അതുല്യ എന്ന് പറയുന്ന ഞാൻ മിസ് ഒരൊറ്റ സെല്ലാണെങ്കിൽ എന്നെ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയാം. ഐ എം നോട്ട് എ സിംഗിൾ സെൽ. അല്ലല്ലോ, എൻ്റെ കൈകളിൽ കോടിക്കണക്കിന് സെല്ലുകളുണ്ട്. കണ്ണുകൾ വേറെ സെല്ലുകൾ കൊണ്ടാണ്, നമ്മുടെ ഹെയർസ് സെൽസ് കൊണ്ടാണ്, നമ്മുടെ ബോൺ സെൽസ് കൊണ്ടാണ്. നമുക്ക് പലതരം സെൽസ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള നമ്മൾ ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസമാണ്. പക്ഷേ ഈ ലോകത്തുള്ള എല്ലാ ഓർഗാനിസംസും ഒരിക്കലും മൾട്ടി സെല്ലുലാർ അല്ല. ഏകകോശ ജീവികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏകകോശജീവികൾ, അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. നമ്മുടെ മണ്ണിൽ, നമ്മൾ വാട്ടറിലൊക്കെ കാണുന്ന, വാട്ടറിനൊക്കെ പൊല്യൂട്ടഡ് ആക്കുന്ന ചെറിയ ചെറിയ സൂക്ഷ്മജീവികൾ, മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ്. മോസ്റ്റ് ഓഫ് ദി മൈക്രോസ്കോപ്പിക് ഓർഗാനിസം വിൽ ബി യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. അവർക്കൊരു സിംഗിൾ സെൽ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, ഒന്നിലധികം ഒരുപാട് സെൽസ് ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ബോഡിയുള്ള ഓർഗാനിസംസ്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഇവർ രണ്ടുപേരെയും ഒരു ഗ്രൂപ്പാക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിക്കേ. കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത യൂണിസെല്ലുലാർ ഓർഗാനിസവും വലിയ വലിയ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും അവരെ ഒരു ഗ്രൂപ്പാക്കുന്നു. ലൈക്ക് അമീബ ആൻഡ് ഹ്യൂമൻ ബീയിങ്സ് ആർ ഓൺ ദ സെയിം ഗ്രൂപ്പ്. അമീബ യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, മൈക്രോസ്കോപ്പിക് ആണ്. ആൻഡ് ഹ്യൂമൻ ബീയിങ്സ് ആ മൾട്ടി സെല്ലുലാർ, മാക്രോസ്കോപ്പിക് ആണ്. നമ്മളെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. സോ വി ആർ ഓൺ ദ സെയിം ഗ്രൂപ്പ്. അങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ലിനിയസിൻ്റെ. സോ ദാറ്റ് ഇസ് നോട്ട് ലിറ്ററലി പോസിബിൾ. സോ ദാറ്റ് ഇസ് എ ഡ്രോബാക്ക്. And photosynthetic and non-photosynthetic organisms. Photosynthetic and non-photosynthetic organisms. What is photosynthesis? Photosynthesis is a production of food by the plants from sunlight. അതായത് കെമിക്കൽ എനർജീനെ
ലൈറ്റ് എനർജീനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. നമ്മൾ ഇക്വേഷനൊക്കെ പഠിച്ചതല്ലേ, Ce6H12 plus 6H2O gives Ce6H12O6. നമ്മൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. പ്ലാന്റ്സിൽ, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സിൽ ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോസിന്തസിസിന് ഏബിൾ ആയിട്ടുള്ള ഓർഗാനിസത്തിനെയും ഫോട്ടോസിന്തസിസിന് ഏബിൾ അല്ലാത്ത ഓർഗാനിസത്തിനെയും ഒരു ഗ്രൂപ്പിലാക്കുന്നു. ആൻഡ് ഇറ്റ്സ് ഓൾസോ എ വിയർഡ് കോമ്പിനേഷൻ. അപ്പോൾ ആരൊക്കെയാണ് ഫോട്ടോസിന്തസിസിന് ഏബിൾ ആയിട്ടുള്ളത് പറഞ്ഞേ? ഇമാജിൻ, നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കുക, എനിക്ക് കേൾക്കാൻ പറ്റില്ല നിങ്ങൾ പറയുന്നത്. ആരൊക്കെയാണ് ഫോട്ടോസിന്തസിസിന് ഏബിൾ ആയിട്ടുള്ള ഓർഗാനിസംസ്? ദോസ് ഓർഗാനിസംസ് ദാറ്റ് ആർ capable ഓഫ് ഫോട്ടോസിന്തസിസ് are called producers. അവരെയാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് വൺ ആൻഡ് ഓൺലി പ്രൊഡ്യൂസർ ഇൻ ദ എർത്ത് ഇസ്, വൺ ആൻഡ് ഓൺലി പ്രൊഡ്യൂസേഴ്സ് ആരാണ്? നമ്മളെ ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ഫോട്ടോസിന്തസിസിന് ഏബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ ഗ്രീൻ പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഗ്രീൻ, അവരുടെ ഫോട്ടോസിന്തസിന് ആവശ്യമായിട്ടുള്ള നമ്മളെ ക്ലോറോപ്ലാസ്റ്റ് ഉള്ള ആൾക്കാർ, ഗ്രീൻ പ്ലാന്റ്സ്, ഓക്കെ, അവർ ഫോട്ടോസിന്തറ്റിക്കലി ഏബിൾ ആണ്. അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും, ലൈറ്റിൽ നിന്നും ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. ഈ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കൂടെ ഫോട്ടോസിന്തസിസിന് പറ്റാത്ത ആൾക്കാരെയും കൂടി പ്ലാന്റ്സ് ആണ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ കയറ്റി കഴിഞ്ഞാലോ, ഫോട്ടോസിന്തസിസിന് പറ്റാത്ത എന്നാൽ പ്ലാന്റ്സിനെ പോലെ തോന്നുന്ന, നമുക്ക് തോന്നുന്ന, പ്ലാന്റ്സ് അല്ല പ്ലാന്റിനെ പോലെ തോന്നുന്ന ആളാണ് നമ്മുടെ ഫംഗൈ എന്ന് പറയുന്നത്. ഫംഗൈ, വേറെ കളർ, ഫംഗൈക്ക് ഒരു എക്സാമ്പിൾ ആലോചിച്ച് നോക്കിക്കേ. ഫംഗൈക്ക് ഒരു എക്സാമ്പിൾ ഇതെന്താണ്? നമ്മൾ പൊതുവേ പറയാറുള്ള ഇങ്ങനെയല്ല കാണിക്കുക അല്ലേ? നിങ്ങൾക്ക് എന്തായാലും ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നമ്മുടെ മഷ്റൂംസ് ഒക്കെ ഫംഗയിൽ വരുന്ന, മഷ്റൂം എന്ന് പറയുന്ന ഫംഗയുടെ ഫ്രൂട്ടിംഗ് ബോഡിയാണ്. കുറേ കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കും കേട്ടോ. ഫംഗയാണ് നമ്മുടെ മഷ്റൂംസ് എന്ന് പറയുന്നത്. ഈ മഷ്റൂംസിനെ കണ്ടാൽ മനസ്സിലാവും നമുക്ക് കൈയും കാലും ഒന്നുമില്ല, നടക്കാൻ പറ്റുന്നില്ല, ഫുഡൊന്നും വായനോട് കഴിക്കുന്നൊന്നുമില്ല. അപ്പം എന്തായാലും ആനിമൽ ഗ്രൂപ്പിൽ നമ്മൾ എന്തായാലും കയറ്റില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു എൻട്രി ഉള്ളത് നമ്മളെ പ്ലാന്റ്സിൻ്റെ കൂടെയാണ് അല്ലേ? ഒരു എന്താ പറയുക, ബ്രാഞ്ചൊക്കെ പോലെ, ഒരു സ്റ്റെമ്മൊക്കെ പോലെ ഒരു ആക്സസ് ഉണ്ട്, പിന്നെ കൊട നിർത്തി വെച്ചോണുണ്ട് നമ്മൾ ലീവ്സിന് പകരം എന്നൊക്കെ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിൽ കൂട്ടാം. അങ്ങനെയുള്ള ഒരു ഈ ലീനിയസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ അങ്ങനെ കയറി കൂടിയ ആളാണ് ഈ ഫംഗയൊക്കെ പ്ലാന്റിൻ്റെ കൂടെ. പക്ഷേ പുള്ളിക്കാരൻ പച്ചയാണോ? ഫംഗൈ പച്ചയാണോ? പച്ച മഷ്റൂം കണ്ടിട്ടുണ്ടോ? പച്ചയല്ല. അതായത് ഫോട്ടോസിന്തറ്റിക്കലി ഏബിൾ അല്ല ഇയാൾ. ഫോട്ടോസിന്തസിസിന് പറ്റില്ല, ഫോട്ടോസിന്തസിസ് ഇയാൾക്ക് ചെയ്യാൻ പറ്റില്ല. ആർക്കാ പറ്റുക? നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സിനാണ് പറ്റുന്നത്. നമ്മുടെ ലീവ്സിൽ നമ്മളെ ഗ്രീൻ പ്ലാന്റ്സിനാണ് ഫോട്ടോസിന്തസിസിന് ഉള്ള എബിലിറ്റി ഉള്ളത്. ഇവരുടെ കൂടെ ഈ നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഫംഗൈ കൂട്ടി. അതും അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിരുന്നു നമ്മുടെ ക്ലാസിഫിക്കേഷൻ്റെ. അപ്പോൾ എന്തൊക്കെ ഡ്രോബാക്കാണ് നമ്മൾ പഠിച്ചത്? ഇവിടെ ഫോട്ടോസിന്തസിസ് ആയിട്ട് നമ്മൾ ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞ് കൊടുത്തത് ഗ്രീൻ ആൽഗെ, ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തതാണ് ഗ്രീൻ ആൽഗെ മാത്രമല്ല ഫോട്ടോസിന്തറ്റിക്. ആൽഗെ എന്താണ്? സോ വാട്ട് ഇസ് ആൻ ആൽഗെ? ഫംഗൈ എന്താണെന്ന് നമ്മൾ ഏകദേശം പഠിച്ചു. പൂപ്പലൊക്കെ ഫംഗയാണ്. ഫംഗസ് വരിക എന്ന് പറയില്ല നമ്മൾ, ഈ പഴയ ബാഗ് ഷൂസൊക്കെ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊക്കെ ഫംഗസ്, പൂപ്പൽ വരും. ബ്രെഡ് എടുത്ത് കേടായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നല്ല എടുത്ത് വെക്കുക. എങ്ങനെ എടുത്ത് വായിക്ക് കയറ്റരുത്, മുഖത്തിൻ്റെ അടുത്തേക്ക് ഒന്നും വെക്കരുത്. ഡേഞ്ചറാണ്, അതിന് സ്പോർ ഉണ്ടാവും, അത് നമ്മുടെ ഉള്ളിൽ കയറും, നമുക്ക് പല അലർജിക്കും ക്യാൻസർ വരെ വരാൻ ചാൻസ് ഉണ്ട്. ബി കെയർഫുൾ. ബ്രെഡൊക്കെ കേട് വന്നു കഴിഞ്ഞാൽ അതെടുത്ത് നോക്കുക. അതിൻ്റെ മുകളിൽ ഒരു ബ്രൗൺ കളറിൽ, ഒരു ഗ്രേ കളറിൽ നമുക്ക് ചെറിയ ചെറിയ ഫ്രൂട്ടിങ് ബോഡീസ് കാണാൻ പറ്റും, പ്രൊജക്റ്റഡ് ആയിട്ടുള്ള. അത് തട്ടിക്കഴിഞ്ഞാൽ പൊടിയൊക്കെ പറക്കും. അതൊക്കെ ഫംഗസാണ്. പൂപ്പൽ വരിക നമ്മൾ പറയില്ലേ, ഫംഗസാണ്. അതൊക്കെ ഫംഗൈ. ഇനി എന്താണ് ആൽഗെ? നമ്മളൊരു പോണ്ട് നോക്കിക്കഴിഞ്ഞാൽ, ഒരു പോണ്ട് എടുക്കുക. ആ പോണ്ടിൽ വെള്ളത്തിൽ നമുക്ക് നല്ല പോലെ ഗ്രീനായിട്ട്, പക്ഷേ നമുക്ക് ചെടിയായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല, ഗ്രീനായിട്ട് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ അതൊക്കെ ആൽഗയാണ്. ഇനി കുറച്ചും കൂടി കയറിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഹെർബ്സിനെ കാണാം. അത് കുറച്ചുകൂടി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷ്രബ്സ് കാണാം, വലിയ വലിയ ട്രീസ് കാണാം. നമ്മൾ എപ്പോഴും ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ആൽഗയിൽ നിന്ന് ഇങ്ങനെ ബേസിക് ആയിട്ട് തുടങ്ങാൻ പറ്റും. അത് നമുക്ക് ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഗ്രീൻ ആൽഗെ ഫോട്ടോസിന്തറ്റിക്കലി ഏബിൾ ആയിട്ടുള്ള ഓർഗാനിസമാണ്. ആൽഗെ ഫോട്ടോസിന്തസിസിന് പറ്റും. അതുകൊണ്ട് നമുക്ക് ആൽഗേനെ നമുക്ക് പ്ലാന്റ്സിൽ കയറ്റാൻ പറ്റും.
ഓക്കെ, പ്ലാന്റ്സിൽ കയറ്റുന്ന ഒരാളാണ് കേട്ടോ ആൽഗെ. അവർ കുഞ്ഞതാണ്, നമുക്ക് വലിയ റൂട്ടോ സ്റ്റെമ്മോ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് വെച്ച് അവരെ പ്ലാന്റ്സിൽ കൂട്ടാതിരിക്കുന്നില്ല. അവർ ഫോട്ടോസിന്തറ്റിക് ആണ്, അവരൊരു ഗ്രൂപ്പിലാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നേ, എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ ഡ്രോബാക്സ് ആണല്ലേ പറഞ്ഞത്. എന്തിൻ്റെ ഡ്രോബാക്സ് ആണ്? നമ്മുടെ ലീനിയേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ഡ്രോബാക്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലീനിയേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡ്രോബാക്സ് എന്തൊക്കെയായിരുന്നു? ഇറ്റ് ഡസൻറ്റ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂക്യാരിയോട്സ് ആൻഡ് പ്രോക്യാരിയോട്സ്. യൂക്യാരിയോട്സിനെയും പ്രോക്യാരിയോട്സിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നില്ല. പിന്നെ യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും ഓർഗാനിസത്തിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നില്ല. ഫോട്ടോസിന്തറ്റിക്കും നോൺ ഫോട്ടോസിന്തറ്റിക്കും ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നില്ല. ഇങ്ങനെ തമ്മിലൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരെയൊക്കെ കൂടി പിടിച്ചൊരു ഗ്രൂപ്പിലിട്ടേക്കുക. കുഴപ്പമല്ലേ? അതിൻ്റെ ഒരു ഡ്രോബാക്ക് അല്ലേ? അപ്പോൾ ആദ്യത്തെ ഡ്രോബാക്ക് നമ്മൾ പഠിച്ച ഇറ്റ് ഡസൻറ്റ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം, ആൻഡ് യൂക്കാരിയോട്ടിക് ആൻഡ് പ്രോകാരിയോട്ടിക് ഓർഗാനിസം. ആദ്യത്തെ ഡ്രോബാക്ക് ആണ് ഇത്. നിങ്ങൾ വലിച്ചു നീട്ടി ഒരൊറ്റ പോയിന്റ് ആക്കി എഴുതണമെന്നില്ല, നിങ്ങൾക്ക് 3 പോയിന്റ് ആക്കി എഴുതാൻ പറ്റും. ആൻഡ് അടുത്ത ഡ്രോബാക്ക് എന്താണ്? സെൽ സ്ട്രക്ചർ, nature of cell wall, mode of nutrition, habitat, methods of reproduction, evolutionary relationship, etc. doesn't take into consideration. അതായത് ലിനിയേഴ്സ് ക്ലാസിഫൈ ചെയ്യാൻ നേരം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല. ലിനിയേഴ്സിനെ മാത്രം വേണ്ട, നമുക്ക് വേണമെങ്കിൽ നമ്മൾ അരിസ്റ്റോട്ടിലിനെയും പറ്റി കുറ്റപ്പെടുത്താം. ഓക്കെ, അദ്ദേഹം സെല്ലിനെ പറ്റി നോക്കിയിട്ടില്ല, സെൽ സ്ട്രക്ചറിനെ പറ്റി പഠിച്ചിട്ടില്ല, അതിൻ്റെ വോളിനെ പറ്റി പഠിച്ചിട്ടില്ല. നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചു വന്നിട്ടുള്ള കാര്യമാണ്. ഒരു സെല്ലിന് ബേസിക് ആയിട്ട് എന്തൊക്കെ ഭാഗങ്ങളുണ്ടാവും, അതിനൊരു സെൽ വോൾ ഉണ്ടാവും, സെൽ മെംബ്രെയിൻ ഉണ്ടാവും, അതിന് ന്യൂക്ലിയസിനെ പറ്റി പഠിക്കണം, അതിൻ്റെ ഓർഗനൽസ്, അതിൻ്റെ മേജർ ഫങ്ഷൻ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് വരുന്നത്. നമുക്കിത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എളുപ്പമല്ലേ? സെൽ സ്ട്രക്ചർ, നേച്ചർ ഓഫ് സെൽ വോൾ, ഓരോ ഓർഗാനിസത്തിനും സെൽ വോളിന് വ്യത്യാസമുണ്ട്. മനുഷ്യന്മാർക്ക് സെൽ വോൾ ഉണ്ടോ? മനുഷ്യന്മാർക്ക് സെൽ വോൾ ഉണ്ടോ? പോട്ടെ, ആനിമൽസിന് സെൽ വോൾ ഉണ്ടോ? ഇല്ല കേട്ടോ, അനിമൽസിന് സെൽ വോൾ ഇല്ല. ആർക്കാ സെൽ വോൾ ഉള്ളത്? പ്ലാന്റ്സിലാണ്. പ്ലാന്റ്സിന് സെൽ വോൾ ഉണ്ട്, അനിമൽസിന് സെൽ വോൾ ഇല്ല. അങ്ങനെ പക്ഷേ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഫംഗയില്ലേ, അതിൻ്റെ സെൽ വോളിൻ്റെ മെറ്റീരിയലിന് വ്യത്യാസമുണ്ട്, പ്ലാന്റ്സിൻ്റെ സെൽ വോളിൻ്റെ മെറ്റീരിയലിന് വ്യത്യാസമുണ്ട്. അങ്ങനെ ഓരോരോ ഓർഗാനിസത്തിന് സെൽ വോളിൻ്റെ, ശ്രദ്ധിച്ച് കേൾക്കണം, സെൽ വോളിൻ്റെ മെറ്റീരിയലിന് വ്യത്യാസമുണ്ട്. സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയലിന് വ്യത്യാസമുണ്ട്. ചില ബിൽഡിംഗ് ഒക്കെ നമ്മൾ ഇഷ്ടികേനോട് ഉണ്ടാക്കും, ചില ബിൽഡിംഗ് നമ്മൾ കോൺക്രീറ്റിൻ്റെ കട്ടകളില്ലേ അത് വെച്ചുണ്ടാക്കും, ചിലത് കരിങ്കല്ല് വെച്ചുണ്ടാക്കും, നമുക്ക് വേണമെങ്കിൽ ചെങ്കല്ല് വെച്ചുണ്ടാക്കാം. അധിക വീടുകളും ചെങ്കല്ല് വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അങ്ങനെ പലതരത്തിൽ വീടുകൾ ഉണ്ടാക്കാം, പലതരത്തിൽ ബിൽഡിംഗ് ഉണ്ടാക്കാം, പലതരത്തിൽ അതിൻ്റെ ചുമരുണ്ടാക്കാം, വോൾസ് ഉണ്ടാക്കാം. അതുപോലെ ഓരോ ഓർഗാനിസത്തിൻ്റെയും സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയലിന് വ്യത്യാസം ഉണ്ടാവും. അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം ക്ലാസിഫൈ ചെയ്യുമ്പോൾ. ഏകദേശം ഒരു മെറ്റീരിയൽ വെച്ച് മാത്രം ഉണ്ടാക്കുന്നവരൊക്കെ നമുക്കൊരു ഗ്രൂപ്പാക്കാം. ചെങ്കല്ല് വെച്ചുണ്ടാക്കിയ വീടൊക്കെ ഒരു ഗ്രൂപ്പ്, ഇഷ്ടിക വെച്ചുണ്ടാക്കിയിട്ടുള്ള ബിൽഡിംഗ് ഒക്കെ ഒരു ഗ്രൂപ്പ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അല്ലാതെ പുറമേ ഉള്ള പച്ച പെയിൻ്റ് അടിച്ച മുഴുവൻ ഒരു ഗ്രൂപ്പ്, വെള്ള പെയിൻ്റ് അടിച്ചത് മുഴുവൻ ഒരു ഗ്രൂപ്പ്, അങ്ങനെ ആക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തായിരിക്കും? പച്ച പെയിൻ്റ് അടിച്ചാൽ ഹോസ്പിറ്റൽ ഉണ്ടാവും, ഷോപ്പിംഗ് മോൾ ഉണ്ടാവും, വീടും ഉണ്ടാവും. കിട്ടിയെന്ന് വിചാരിക്കുന്നു. വിയേർഡ് കോമ്പിനേഷൻസ് ആയിപ്പോവും. അപ്പം നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കണം അവരുടെ ബിൽഡിങ്, അവരുടെ വോൾ എന്ത് മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നൊക്കെ. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത്. വീടിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ല പറയുന്നത്, ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. സെൽ സ്ട്രക്ചർ, എങ്ങനെയാണ് ആ സെല്ലിൻ്റെ സ്ട്രക്ചർ ഉള്ളത്, നേച്ചർ ഓഫ് സെൽ വോൾ, അതിൻ്റെ വോൾ എന്ത് തരത്തിലാണ്, എങ്ങനെയാണ് അതിൻ്റെ നേച്ചർ എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണ്, മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതിൻ്റെ ന്യൂട്രീഷൻ എന്താണ്, സോ വാട്ട് ഈസ് എ ന്യൂട്രീഷൻ, അതിൻ്റെ ഫുഡ് ടൈപ്പ്, അത് ഈ കൺസ്യൂം ചെയ്യുന്ന ഫുഡിൻ്റെ ടൈപ്പ്, അത് എങ്ങനെയാണ് അത് ഫുഡ് എടുക്കുന്നത്, ഇൻജസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഫുഡ് എൻഗൾഫ് ചെയ്യുന്നത്, ഇൻജസ്റ്റ് ചെയ്യുന്നത്, അതാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. പലതരത്തിൽ ന്യൂട്രീഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ലൈക്ക് സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ ഉണ്ട്, ഹോളോസോയിക് ന്യൂട്രീഷൻ ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ന്യൂട്രീഷൻ ഉണ്ട്. അതിൻ്റെ ഫുഡ് എങ്ങനെ അത് ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന അതിനെയാണ് നമ്മൾ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഹാബിറ്റാറ്റ്, അത് ജീവിക്കുന്ന സാഹചര്യം അത് നോക്കണം, ഹാബിറ്റാറ്റ് നോക്കണം. മെത്തേഡ്സ് ഓഫ്
റീപ്രൊഡക്ഷൻ. ഏതൊക്കെ തരത്തിൽ അതിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ തരത്തിൽ ഓസ്പ്രിങ്സിനെ ഉണ്ടാക്കാൻ പറ്റും, ഇതും കൺസിഡർ ചെയ്യണം. ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സിസ്റ്റമാറ്റിക്സ് നമ്മൾ പഠിച്ചതാണ്, ലാസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് കൺസിഡർ ചെയ്യണം. അവരെങ്ങനെ, ആരിൽ നിന്നും ഉണ്ടായി, അവരുടെ പൂർവികർ എങ്ങനെയായിരുന്നു, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചു വരണം. അതും നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവല്യൂഷണറി റിലേഷൻഷിപ്പ്. സെൽ സ്ട്രക്ചർ, നേച്ചർ, നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കിക്കേ, നമ്മൾ ഈ PDF നോക്കാതെ പറഞ്ഞു നോക്കിയേ, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് നോക്കാതെ പറഞ്ഞു നോക്കിക്കേ. സെൽ സ്ട്രക്ചർ, പിന്നെ നാച്ചർ ഓഫ് സെൽ വാൾ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഹാബിറ്റാറ്റ്, മെത്തേഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ, ഇവല്യൂഷണറി റിലേഷൻഷിപ്പ്. എത്ര പോയിന്റ് നമുക്ക് പറയാൻ കിട്ടി ഒന്ന് ആലോചിച്ച് നോക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു നോക്കുക. സെൽ സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൽ വാൾ പറയാം, പിന്നെ അതിൻ്റെ ന്യൂട്രീഷൻ പറയാം. അപ്പം നമുക്ക് വേണമെങ്കിൽ റീപ്രൊഡക്ഷൻ ഓർമ്മ വരും, മെത്തേഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ പറയാം. ഹാബിറ്റാറ്റ്, ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് അവസാനം പറഞ്ഞാൽ മതി, അവസാനം വന്ന ആളാണല്ലോ. ഓക്കെ. ആൻഡ് ഇവരെയൊന്നും ഇറ്റ് ഡസൻ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ, ഇവരെയൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല. അതും ഒരു ഡ്രോബാക്ക് ആയിരുന്നു ഇതുവരെയുള്ള ക്ലാസിഫിക്കേഷനിൽ. ആൻഡ് എ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസം ഡിഡ് നോട്ട് ഫോൾ ഇൻ ടു എനി ഓർ ഇൻ ടു എയ്തർ കാറ്റഗറി. പ്ലാന്റിയയിലും വന്നിട്ടില്ല, അനിമേലിയയിലും വന്നിട്ടില്ല. ചില ഓർഗാനിസം 2 ഗ്രൂപ്പിലും കയറാൻ പറ്റിയില്ല ഇവർക്ക്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. എല്ലാവരെയും നമ്മൾ ഗ്രൂപ്പിലാക്കുമ്പോൾ നമുക്ക് ചിലവരെ എവിടെ കയറ്റണമെന്ന് അറിയാതെ പോവും. മനസ്സിലായില്ലേ? നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് അവരെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയായിരുന്നു 3 മേജർ ഡ്രോബാക്സ് ആണ് നമ്മൾ ലിനിയസിൻ്റെ ക്ലാസിഫിക്കേഷന് പഠിച്ചിട്ടുള്ളത്. ഇറ്റ് ഡസൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എ യൂക്കാരിയോട്ടിക് ആൻഡ് പ്രോകാരിയോട്ടിക് ഓർഗാനിസം, എ യൂണിസെല്ലുലർ ആൻഡ് മൾട്ടിസെല്ലുലർ ഓർഗാനിസം, ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം. ആൻഡ് സെൽ സ്ട്രക്ചർ, സെൽ വാൾ കോമ്പോസിഷൻ, ന്യൂട്രീഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഹാബിറ്റാറ്റ്, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആൻഡ് ഇവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഇതൊന്നും ഡസൻ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ. ഇറ്റ് ഡിഡിൻ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ. അവരൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല. അത് രണ്ടാമത്തെ നമ്മുടെ പോയിന്റ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസം ഡിഡ് നോട്ട് ഫോൾ ഇൻ ടു എയ്തർ കാറ്റഗറി. ഒരു കാറ്റഗറിയിലും അവർക്ക് പെടാൻ പറ്റിയിട്ടില്ല. അങ്ങനെയും ചില ഓർഗാനിസംസ് വന്നുപോയി. കാരണം അവർക്കൊന്നും ഇവരെ കാണിക്കുന്ന പെരിഫറൽ ക്യാരക്ടേഴ്സോ സിമിലാരിറ്റീസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവർക്കൊന്നും ഒരു ഗ്രൂപ്പിലും കയറാൻ പറ്റാതെയായിപ്പോയി. ഫോർ എക്സാമ്പിൾ ബാക്ടീരിയ. നിങ്ങൾ എവിടെ കയറ്റും? ഈ പ്ലാന്റ്സിൽ കയറ്റുമോ അനിമൽസിൽ കയറ്റുമോ ബാക്ടീരിയനെ? ചില ബാക്ടീരിയ നിങ്ങൾ പറയുകയാണ് ഓക്കെ ബാക്ടീരിയ മൂവിങ് ആണ്, പ്ലാന്റ്സ് അങ്ങനെ മൂവ് ചെയ്യുന്നില്ല എന്ന് വെച്ച് നമുക്ക് അനിമേലിയയിൽ കയറ്റാം. പക്ഷേ ഫോട്ടോസിന്തസിസ് നോക്കുകയാണെങ്കിലോ ചില ബാക്ടീരിയസ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട്. അവരെ നമ്മൾ പ്ലാന്റിയയിൽ കയറ്റി കഴിഞ്ഞാലോ അപ്പോൾ അവർ മൂവ് ചെയ്യുന്നുണ്ട്. അവർക്ക് മോഷന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ഓർഗാൻസ് ഉണ്ട്. അപ്പോൾ അവർ ആനിമൽസിൽ കയറ്റണ്ടേ? അങ്ങനെ രണ്ടിലും കയറാതെ പോയ ബാക്ടീരിയാസ് ഒന്നും രണ്ടിലും കയറിയിട്ടില്ല. ഓക്കെ, 2 ഗ്രൂപ്പിലും വന്നിട്ടില്ല ബാക്ടീരിയ. അങ്ങനെയും ചില ഓർഗാനിസംസ് ഉണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ നല്ല പോയിന്റ്, നല്ല വശം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈസിലി ഡൺ ആൻഡ് വാസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ലിനിയസിൻ്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്ത ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. മാത്രമല്ല നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പഠിക്കാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാനും വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ അത്രയാണ് നമ്മുടെ ലിനിയസിൻ്റെ ക്ലാസിഫിക്കേഷൻ.